ഓം ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. യുദ്ധകാണ്ഡത്തിലെ യുദ്ധാരംഭം, രാവണൻ്റെ പടപ്പുറപ്പാട് എന്നീ ഭാഗങ്ങളാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. എല്ലാവരും കഴിഞ്ഞ ദിവസം നാം കേട്ടത് എല്ലാവരും രാവണനോട് പറഞ്ഞത് ഒരേ ഒരു കാര്യം തന്നെയാണ്. മാനവനല്ല ശ്രീരാമൻ, സാക്ഷാൽ മഹാവിഷ്ണുവാകുന്നു. ആ സീതാദേവി മായാഭഗവതിയാണ്. കൊണ്ടുപോയി കൊടുത്തിട്ട് ആ ശ്രീരാമചന്ദ്രസ്വാമിയെ ശരണം പ്രാപിക്കൂ, ആ തൃപ്പാദങ്ങളിൽ അഭയം പ്രാപിക്കൂ. ഇത് കേട്ട് രാവണന് അശേഷം സൂഹിച്ചില്ല. രാവണന് ദേഷ്യം വന്നു അല്ലേ? രാവണന് ഇപ്പോൾ നമുക്കറിയാം, അവിടെയും ഇവിടെയും യുദ്ധസന്നാഹങ്ങൾ നടക്കുകയാണ്. യുദ്ധാരംഭമാണ്. യുദ്ധാരംഭം എന്ന് പറഞ്ഞാൽ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ്. ധർമ്മത്തെ രക്ഷിക്കാനുള്ള യുദ്ധമാണ്. ദുഷ്ടന്മാരെ വധിച്ച് ഭൂമിദേവിയുടെ ഭാരം തീർക്കാനുള്ള യുദ്ധമാണ്. അങ്ങനെ രാവണന് വാനരസേന ഇങ്ങനെ ആ ഉത്തരദിക്കിൽ വന്ന് സമുദ്രതീരത്ത് ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് കണ്ടിട്ട് ഉള്ളിലേറെ ബഹുമാനം തോന്നി. നിസ്സാരന്മാരാണെങ്കിലും തന്നോട് എതിർക്കാനുള്ള അവരുടെ ധൈര്യം ഓർത്തിട്ട്, അവരോട് എതിർക്കണ്ടേ, വേണമല്ലേ? അപ്പോൾ ശ്രീരാമൻ അവിടെ അങ്ങനെ സൈന്യസമേതം വന്നു നിരുന്നപ്പോൾ രാവണനും തൻ്റെ ഭാഗത്ത് രാക്ഷസ സൈന്യത്തെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. ശ്രീരാമൻ ഇങ്ങനെ അത് കണ്ടിട്ട്, ആ രാവണൻ്റെ ആ യുദ്ധസന്നാഹം കണ്ടിട്ട് കോപിഷ്ഠനായി ലക്ഷ്മണനിൽ നിന്നും അമ്പും വില്ലും വാങ്ങിയിട്ട് 10 കിരീടവും 20 കൈകളും വെൺകൊറ്റക്കുടയും ആ നിമിഷാർദ്ധേന എന്ന് പറഞ്ഞാൽ അരനിമിഷം കൊണ്ട് ഖണ്ഡിച്ചു കളഞ്ഞു. രാവണൻ നാണിച്ച് താഴേക്കിറങ്ങി ഭയത്തോടെ ബാണത്തെ നോക്കി, അതായത് ബാണം പിന്തുടർന്ന് വരുന്നുണ്ടോ എന്ന് നോക്കി നടന്നു പോയി. ആർത്തു വരുന്ന സൈന്യത്തെ കണ്ട് അദ്രികൾ, ഉർവികൾ, സമുദ്രങ്ങൾ, ഇങ്ങനെ പർവ്വതങ്ങളും ഭൂമിയും സമുദ്രങ്ങളും, സത്യലോകത്തോളം സമുദ്രത്തിലെ തിരമാലകൾ ഉയർന്നു എന്നാണ് നമുക്കറിയാം. ആ വിരാട് പുരുഷൻ, അതായത് 14 ലോകങ്ങളും ചേർന്നാണ് വിരാട് പുരുഷ രൂപം. ആ ബ്രഹ്മാണ്ടത്തിൻ്റെ തലയാണ് സത്യലോകം എന്ന് പറയുന്നത്, ഒരു വിരാട് പുരുഷൻ്റെ. ആ സമുദ്രത്തിലെ തിരമാലകളെല്ലാം സത്യലോകത്തോളം ഉയർന്നു ചെന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ആ രാവണൻ്റെ ആ സൈന്യ വിന്യാസം എങ്ങനെയാണെന്ന് നോക്കാം. കിഴക്ക് ദിക്കിൽ പ്രഹസ്തനെ നിർത്തി, ദക്ഷിണ ദിക്കിൽ മാല്യവാൻ്റെ മകനായ വജ്രദംഷ്ട്രൻ, മേഘനാഥൻ പടിഞ്ഞാറ് ദിക്കിൽ മിത്രങ്ങളോടും മന്ത്രിമാരോടും ഭൃത്യവർഗത്തോടും കൂടി രാവണൻ ഉത്തരദിക്കിലെത്തി. ഉത്തരദിക്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശ്രീരാമൻ സൈന്യവുമായിട്ട് വന്ന് തമ്പടിച്ചിരിക്കുന്ന ദിക്കിൽ. ഇനി ശ്രീരാമസേനയിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ നീലൻ്റെ സേനയും കിഴക്ക് ദിക്കിൽ, അവിടെ പ്രഹസ്തനാണ് വന്ന് നിൽക്കുന്നതെന്ന് ഓർക്കുക. അങ്കദൻ ദക്ഷിണ ഗോപുരത്തിൽ, അവിടെ വജ്രദംഷ്ട്രനാണ് വന്ന് നിൽക്കുന്നത്. മാരുതി പശ്ചിമ ഗോപുരദ്വാരത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ മേഘനാഥൻ്റെ സൈന്യമാണ്. ശ്രീരാമൻ ലക്ഷ്മണനോടും വിഭീഷണനോടും കൂടി ഉത്തരദിക്കിൽ, രാവണൻ ചെന്ന് നിൽക്കുന്ന ദിക്കിൽ നിലയുറപ്പിച്ചു. 1000 കോടി മഹാകോടി 1000 അർബുദം കവികൾ ആ പ്രളയം കണക്കെ ഇങ്ങനെ ലങ്കയെ വളഞ്ഞ് പരന്നു നിറഞ്ഞു കിടക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പാഷാണങ്ങൾ കല്ലുകളാണ്. കല്ലുകൾ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും പർവ്വതങ്ങളെ കൊണ്ടും വൃക്ഷങ്ങൾ വിഴുതൊക്കെ ആക്രമിക്കുകയാണ്. അങ്ങനെ ലങ്ക തകർക്കാൻ തുടങ്ങി. കോട്ടമതിലും കിടങ്ങും തകർത്തു. അവർ ആർത്ത് വിളിച്ചിങ്ങനെ അടുത്തുകൊണ്ടിരുന്നു. മഴ പെയ്യുന്നത് പോലെ ശരം പൊഴിഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ പൊരിഞ്ഞ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. രാവണന് തോന്നി തുടങ്ങി വാനരന്മാർ നിസ്സാരരല്ല എന്ന്. വാനരന്മാർ വർദ്ധിച്ച രോഷത്തോടെ ഇങ്ങനെ കൊല്ലാൻ തുടങ്ങുമ്പോൾ അവർ ദയനീയമായി, ഈ വാനരന്മാരെ കൊല്ലാൻ തുടങ്ങുമ്പോൾ അവർ ദയനീയമായി കരയുന്നത് കേട്ട രാമൻ അവരോട് വേണ്ട എന്ന് പറഞ്ഞു. അതുപോലെ നിശാചരന്മാരെ കൊല്ലാൻ തുടങ്ങുമ്പോഴും രാമൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, കൊല്ലണ്ട അവരെ എന്ന് പറഞ്ഞ് അഭയം കൊടുത്ത് വിട്ടുകൊണ്ടിരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ആയുധങ്ങളാൽ മുറിവേറ്റും മരിച്ചും 2 പക്ഷത്തും സൈനികർ വീണു മരിക്കാൻ തുടങ്ങി, മുറിവേൽക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. രാവണൻ വാനരസേനയുടെ അവസ്ഥ അറിയാനായിട്ട് ഓരോ ഇങ്ങനെ ചാരന്മാരെ അയക്കും. അതാണ് ശാർദൂലൻ്റെ നേതൃത്വത്തിൽ രാക്ഷസരെ അയക്കുകയാണ്. രാക്ഷസരങ്ങോട്ട് ചെന്നാൽ വാനരന്മാർ അങ്ങോട്ട് കയറ്റുകയല്ലോ. അതുകൊണ്ട്
ശാർദൂലൻ തൻ്റെ അനുചരന്മാരോടുകൂടി വാനരന്മാരുടെ തന്നെ വേഷത്തിൽ അങ്ങോട്ട് ചെല്ലുകയാണ്. പക്ഷേ അങ്ങോട്ട് ചെന്നതും വാനരസേനയിലെ മിടുക്കന്മാരത് കണ്ടുപിടിക്കുകയും കൊല്ലാനൊരുങ്ങുമ്പോൾ ശ്രീരാമസ്വാമി തടയുകയാണ്. അവരും ശുഗനെയും സാരണനെയും പോലെ ശ്രീരാമദാസന്മാരായി മാറുകയാണ്. വിവരമറിയുന്ന രാവണൻ ഭയഭീതനാണെങ്കിലും അത് പുറമേ കാണിക്കുന്നില്ല. വാനരസേനയെ നിഷ്ക്രിയരാക്കാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ, എന്താണ് ചെയ്യുക എന്ന് തല പുകഞ്ഞ് ആലോചിക്കുകയാണ്. അതിനുശേഷം വിദ്യുജ്ജിഹ്വനുമായി ചേർന്ന് എന്തോ മന്ത്രിച്ചിട്ട് ജാനകി ഇരിക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ്. തൻ്റെ മായാശക്തിയാൽ, അതായത് മായാവികളാണല്ലോ രാക്ഷസന്മാർ, മായാശക്തിയാൽ നിർമ്മിച്ച ഒരു ശിരസും വില്ലും സീതാദേവിയുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. നോക്ക്, ഇതാ നിൻ്റെ ഭർത്താവായ രാമൻ്റെ വില്ലും ശിരസും. യുദ്ധത്തിൽ ഞാൻ അവനെ കൊന്നു. നീ ഇനി അവനെ കാത്തിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല. പാവം ഇത് കണ്ട ജാനകി ബോധം കെട്ട് താഴെ വീഴുകയാണ്. ഇതിനിടെ ഒരു ദൂതൻ വന്ന് രാവണനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. സരമ എന്ന രാക്ഷസി സീതാദേവിയെ കരുണയോടെ തലോടിയിട്ട് എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ദേവി, ഇതെല്ലാം രാക്ഷസന്മാരുടെ ചതിയാണ്. എന്തിനാണ് വെറുതെ ദുഃഖിക്കുന്നത്? 4 നാൾ കൊണ്ട് എല്ലാം ശുഭമായി അവസാനിക്കും. വല്ലഭൻ കൊല്ലും ദശാസ്യനെ. സരമ പറയുന്നത് കേട്ട് പാവം സീതാദേവിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഇങ്ങനെ 2 പക്ഷത്തും നാശനഷ്ടങ്ങൾ കണ്ട് ശ്രീരാമൻ അംഗദനെ വിളിച്ചു പറയുകയാണ്, അംഗദ, രാവണനോട് അറിയിക്കൂ, ഒട്ടും വൈകാതെ ഒന്നുകിൽ സീതാദേവിയെ കൊണ്ടുവന്ന് എന്നോട് മുന്നിൽ വെച്ചിടുക എന്ന്. നിനക്ക് നാണമില്ലേ ഇങ്ങനെ അകത്ത് കയറി അടച്ചിരിക്കാൻ? ശരങ്ങളുടെ ശീൽക്കാര ശബ്ദവും വില്ലിൻ്റെ ഞാണൊരു ശബ്ദവും നീ കേൾക്കുന്നില്ലേ? നിന്നെയും നിൻ്റെ രാക്ഷസ സേനയെയും ഈ ലങ്കാപുരവും ഒന്നിച്ച് അരനിമിഷം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഇപ്രകാരമുള്ള അധിക്ഷേപ വാക്കുകൾ അംഗദനിൽ നിന്നും കേട്ട രാവണൻ അത് പറഞ്ഞ് അംഗദനെ വധിക്കാനായി ആജ്ഞാപിക്കുകയാണ്. അംഗദനെ ആക്രമിക്കാൻ ചെന്നവരെ മറ്റു വാനരന്മാർ വധിക്കുന്നു. പിന്നെ ആ മന്ദിരവും തകർത്തിട്ട് മേൽപോട്ട് ഉയർന്നു പൊങ്ങി അവർ തിരിച്ച് ശ്രീരാമസ്വാമിയെ എല്ലാ വിവരവും അറിയിക്കുകയാണ്. പിന്നെ മാരുതിയുടെ നേതൃത്വത്തിൽ ഗവയൻ, ഗവാക്ഷൻ, സുഷേണൻ, കുമുദൻ, നളൻ, ഗജൻ എന്നിവർ ചേർന്ന് ആ കിടങ്ങുകളെല്ലാം നികത്തുകയാണ്. പർവ്വതങ്ങളും എല്ലാം പൊടിച്ചു കൊണ്ടുവന്നിട്ട് കല്ലും മരവും ഒക്കെ ഇട്ട് കിടങ്ങുകളെല്ലാം നികത്തുന്നു. രാക്ഷസന്മാർ പല ജാതി ആയുധങ്ങളും അമ്പും വില്ലും വാളും പരിചയം വെൺമഴു കുന്തം ഇരുമ്പുലക്ക ഗതകൾ ഭിണ്ടിപാലങ്ങൾ മുദ്ഗരങ്ങൾ ചക്രങ്ങളെല്ലാം എടുത്തിട്ട് വാനരന്മാരെ നേരിടുകയാണ്. ഇത് പേജ് 352 353 കേട്ടോ. വാരണനാദവും വാജികൾ നാദവും തേരുരുൾ നാദവും ഞാണുലി നാദവും രാക്ഷസരാർത്ത് വിളിക്കുന്നതും സിംഹഗർജനങ്ങളും, സിംഹഗർജനങ്ങൾ എന്ന് പറഞ്ഞാൽ സിംഹം ഗർജിക്കുന്നത് പോലെ ഇവർ ഗർജിക്കുന്നതാണ് 2 ഭാഗത്തുള്ളവരും. കപികളുടെ ഗർജനം എല്ലാം കൂടി ചേർന്ന് പ്രപഞ്ചം മുഴുവൻ മാറ്റൊലിക്കൊള്ളുകയാണ് ഈ യുദ്ധത്തിൻ്റെ ഈ ഭീഷണനാദം. ആകാശചാരികളായ കിന്നരന്മാർ, ചാരണന്മാർ, വിദ്യാധരന്മാർ, യക്ഷന്മാർ, സിദ്ധ ഗന്ധർവ നാരദാദി മുനിമാർ, ഇവർ മറ്റ് ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ എല്ലാവരും താന്താങ്ങളുടെ പത്നിമാരോടുകൂടി വിമാനങ്ങളിൽ കയറി ആകാശദേശത്ത് വന്നിങ്ങനെ നിരനിരയായിട്ട് നിരന്ന് നിന്ന് യുദ്ധം കാണാനായി ഇങ്ങനെ വന്നു ചേർന്നിരിക്കുകയാണ്. ആ ഇന്ദ്രജിത്ത് അംഗദനെ കൊല്ലാൻ അടുത്തപ്പോൾ സൂതനെയും കൊന്ന് തേരും തകർത്തു അംഗദൻ. ഉടനെ തന്നെ ആ രാക്ഷസപുത്രനായ മേഘനാഥൻ മറ്റൊരു തേരിൽ കയറി യുദ്ധം തുടർന്നു. ഇതിനിടെ ജംബുമാലി മാരുതിയെ ആക്രമിക്കുകയാണ്. മാരുതിയാകട്ടെ അലറി വിളിച്ച് കൊണ്ട് അവൻ്റെ സാരഥിയെയും കൊന്ന് അവൻ്റെ തേരും തവിടുപൊടിയാക്കി. അങ്ങനെ ആ ജംബുമാലിയെയും വധിക്കുന്നു. സുഗ്രീവൻ പ്രഹസ്തനോടും അതുപോലെ തന്നെ മിത്രാരിയോട് വിഭീഷണനും നീലൻ നികുംഭനോടും ഏറ്റുമുട്ടുകയാണ്. മഹാഗജൻ തപനനെ കൊന്ന് കൊല വിളിക്കുകയാണ്. ശ്രീരാമനോട് രക്ഷധ്വജൻ, അഗ്നിധ്വജൻ തുടങ്ങി 10 പേരാണ് പോരാടി കാലപുരിക്ക് എത്തിയത്. അതായത് ലക്ഷ്മണനാകട്ടെ വിരൂപാക്ഷനോട് ഏറ്റുമുട്ടുന്നു. ഇങ്ങനെ വാനരപക്ഷം അങ്ങനെ ജയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി. അങ്ങനെ അന്നത്തെ യുദ്ധം അവസാനിക്കുകയാണ്. യുദ്ധനീതിയിൽ പറഞ്ഞിരിക്കുന്നതാണ് സൂര്യാസ്തമനത്തിന് ശേഷം യുദ്ധം പാടില്ല എന്ന്. അംഗദനോട് ഏറ്റുമുട്ടിയ മേഘനാഥൻ ആകാശദേശത്ത് പോയി മറഞ്ഞു മായയാൽ. ആ സമയത്ത് അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നാഗാസ്ത്രം എയ്തു ശ്രീരാമലക്ഷ്മണന്മാരെയും മറ്റു വാനരന്മാരെയും ഒക്കെ ബോധം കെടുത്തുകയാണ്. അനന്തരം ലങ്കാപുരിയിലേക്ക് പോകുന്ന ഈ മേഘനാഥൻ പിന്നീട്
ദേവന്മാരും താപസന്മാരും വിഭീഷണനും ഇങ്ങനെ ദുഃഖിതരായി തീരുകയാണ്. അവർ മാത്രമല്ല, പ്രപഞ്ചം മുഴുവനും ഈ രാമനും ലക്ഷ്മണനും മറ്റു വാനരന്മാരും എല്ലാം ഇപ്പോൾ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുകയാണ്. അപ്പോൾ ശോകമൂകമായ അന്തരീക്ഷം. പെട്ടെന്ന് നാഗാരിയായ ഗരുഡൻ, നാഗൻ അതായത് പാമ്പുകളുടെ ശത്രുവായ ഗരുഡൻ ശതകോടി സൂര്യപ്രഭയോടുകൂടി ഒരു സുവർണ പർവ്വതം താഴേക്കിറങ്ങി വരുന്നത് പോലെ താഴേക്ക് വരികയാണ്. ആ സാമീപ്യത്താൽ, ഗരുഡൻ്റെ സാമീപ്യത്താൽ നാഗാസ്ത്ര ബന്ധനത്തിൽ നിന്നും എല്ലാവരും മുക്തരാകുന്നു. തന്നെ വണങ്ങിയ ഭഗവാന്റെ അനുഗ്രഹവും വാങ്ങി ആ പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ വിടകൊള്ളുന്നു. മുൻപുണ്ടായിരുന്നതിനേക്കാൾ വേഗത്തോടും ബലത്തോടും ഈ വാനരന്മാർ ശ്രീരാമസ്വാമിയുടെ നിയോഗത്താൽ അതിശക്തമായിട്ട് വീണ്ടും ആ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യുകയാണ്. അത് രാവണൻ ഇങ്ങനെ അതായത് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ പർവ്വതങ്ങൾ, പാഷാണങ്ങൾ, മരങ്ങളെല്ലാം പിഴുതെറിയുകയാണ് ചെയ്യുന്നത്. പർവ്വതാകാരന്മാരായ കവികളാണ്. രാവണൻ അപ്പോൾ ചിന്തിക്കുകയാണ്, അവരെയെല്ലാം കൊന്നിട്ട് എൻ്റെ മകൻ ഇങ്ങ് വന്നിട്ട് അധികം സമയമായിട്ടില്ലല്ലോ, അതിനകം വീണ്ടും ഇങ്ങനെ ഒരു ആക്രമണം, എന്താണ് ഈ ശബ്ദം, ഇതെവിടെ നിന്ന് വരുന്നു? വേഗം സേവകരെ വിളിച്ച് അന്വേഷിച്ചു വരുവാനായിട്ട് ആജ്ഞാപിക്കുകയാണ്. ദൂതന്മാർ വന്ന് തിരിച്ചു വന്നിട്ട് പറയുകയാണ്, വാനരന്മാർ അത്യന്തം പരാക്രമത്തോടെ തീക്കൊള്ളിയും എന്തി മുകളിൽ കയറി നിന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണുങ്ങളാണെങ്കിൽ പുറത്തിറങ്ങി ചെല്ലാനാണ് പറയുന്നത്. രാവണൻ ഇതിനുത്തരമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ആ അഹങ്കാരികളായ മനുഷ്യരെയും കുരങ്ങന്മാരെയും നേരിടാൻ ധൂമ്രാക്ഷൻ സൈന്യസമേതം പോകട്ടെ. ധൂമ്രാക്ഷൻ രാവണനെ നമസ്കരിച്ചിട്ട് പോകുന്നു. രാവണൻ അനുഗ്രഹിക്കുകയാണ്, വേഗം യുദ്ധം ജയിച്ചു വരിക. അതിനുശേഷം ഈ ധൂമ്രാക്ഷൻ മാരുതിയോടാണ് ഏറ്റുമുട്ടുന്നത്. രാക്ഷസന്മാർ പലതരം ആയുധങ്ങളെല്ലാം ആക്രമിക്കുമ്പോൾ വാനരന്മാർ പർവ്വതങ്ങളും കല്ലും മരങ്ങളും ഉപയോഗിച്ച് ആക്രമിക്കുകയും ഇങ്ങോട്ട് ആക്രമിക്കുന്നതിനെ തടയുകയും ചെയ്യുന്നു. ഇങ്ങനെ ഘോരഘോരമായിട്ട് യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. രണ്ട് പക്ഷത്തും ഒട്ടേറെ പേർ മരിച്ചു വീണു, മുറിവേറ്റ് വീണു, ചോരപ്പുഴകൾ ഇങ്ങനെ നാലുപാട് ഒഴുകി തുടങ്ങി. മാരുതി ഒരു കൊടുമുടി തന്നെ അടർത്തിയെടുത്ത് രാക്ഷസന്മാരുടെ നേരെ എറിയുകയാണ്. ആ ഏറുകൊള്ളാതെ തേരിൽ നിന്നും ധൂമ്രാക്ഷൻ ചാടി ഇറങ്ങി ഒഴിഞ്ഞു മാറിയെങ്കിലും തേരും കുതിരകളും സാരഥിയും എല്ലാം തവിടുപൊടിയായി. മാരുതിക്കും കോപം വർദ്ധിച്ചിട്ട് ഒന്നുകൂടെ അപ്രകാരം എറിയുകയാണ് ധൂമ്രാക്ഷന് നേരെ. ധൂമ്രാക്ഷൻ മാരുതിയെ തിരിച്ചും കഥ കൊണ്ടടിക്കുന്നു. അടുത്ത ഏറിൽ ധൂമ്രാക്ഷൻ വധിക്കപ്പെടുകയും ചെയ്യുകയാണ്. മറ്റു രാക്ഷസന്മാർ ഇത് കണ്ട് പേടിച്ചോടി. നേതാവ് പോയാൽ പിന്നെ എന്ത് യുദ്ധമല്ലേ? രാക്ഷസ സ്ത്രീകളുടെ വിലാപം അങ്ങനെ ഉയർന്നു കേൾക്കുന്നു. ധൂമ്രാക്ഷൻ പോയി. അനന്തരം രാവണൻ വജ്രഹസ്തൻ, അതായത് മഹാബലവാനായ വജ്രദംഷ്ടനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ സൈന്യവുമായി പോയി യുദ്ധം ചെയ്യുക എന്ന്. വജ്രദംഷ്ടനും അതുപോലെ രാവണൻ്റെ അനുവാദവും അനുഗ്രഹമൊക്കെ വാങ്ങി ദക്ഷിണ ഗോപുരത്തിങ്കിലേക്ക് പോയി യുദ്ധം തുടരുന്നു. ഘോര യുദ്ധത്തിൽ ഈ അംഗദനാണ് വജ്രദംഷ്ടനെയും വധിക്കുന്നത്. ഇങ്ങനെ ആ യുദ്ധത്തിൻ്റെ ഭീകരത വർണ്ണിച്ചിരിക്കുന്ന, ഇങ്ങനെ രാക്ഷസന്മാർ പെട്ടെന്നൊന്നും മരിക്കില്ലല്ലോ, തലയറുത്താലും അവരുടെ കബന്ധങ്ങൾ ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അവിടെ കാണാം. അനന്തരം വൻപടയോടുകൂടി അകമ്പനനെ അയക്കുകയാണ്. വജ്രദംഷ്ടൻ മരിച്ചു കഴിഞ്ഞ് അകമ്പനൻ പശ്ചിമ ഗോപുരത്തോടു കൂടിയുള്ള ആ അകമ്പനൻ്റെ വരവ്, സൈന്യത്തോടു കൂടിയുള്ള വരവ് കണ്ടിട്ട് ഭൂമി വരെ വിറകൊള്ളുകയായിരുന്നു. അത്രയ്ക്ക് ഭയാനകമായിട്ടാണ്. സൈന്യത്തിൻ്റെ എണ്ണവും അത്രയ്ക്കുണ്ട്. അപ്പോൾ പശ്ചിമ ഗോപുരത്തിൽ നിൽക്കുന്ന മാരുതിയാണല്ലോ. അങ്ങനെ അകമ്പനനും മാരുതിയും കൂടെയാണ് വീണ്ടും ഏറ്റുമുട്ടുന്നത്. എന്തായാലും കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതിയതിന് ശേഷം മാരുതി അകമ്പനനെയും കാലപുരിക്ക് അയച്ചു. എല്ലാവരും അകമ്പനൻ അതിശക്തനാണല്ലോ, എല്ലാവരും മാരുതിയെ അങ്ങനെ പാടി സ്തുതിക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ രാവണൻ വീണ്ടും ഭയഭീതനായിട്ട് എല്ലാം ചുറ്റി സഞ്ചരിച്ച് ഇങ്ങനെ ആരും അറിയാതെ പോയിട്ട് ആകാശമാർഗത്തോട് പോയി കണ്ട് ബോധ്യപ്പെടുകയാണ്. ആ സുബേലാചലത്തിന് മുകളിൽ ആ വാനരപ്പട അങ്ങനെ പരന്ന് നിറഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട്, ഇങ്ങനെ കോട്ടകളെല്ലാം തകർത്തിട്ടിരിക്കുക, അതെല്ലാം കണ്ടിട്ട് അടുത്തതായി പ്രഹസ്തനെ യുദ്ധത്തിനായി അനുഗ്രഹിച്ചയക്കുകയാണ്. ലങ്കയിലുള്ള ആ സൈന്യത്തിൻ്റെ 4/1 ഈ പ്രഹസ്തൻ്റെ അധീനത്തിലാണ്. പ്രഹസ്തൻ തൻ്റെ 4 മന്ത്രിമാരോടും വൻപടയോടും കൂടി പുറപ്പെടുകയാണ്. ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ചില ദുശകനങ്ങളൊക്കെ കണ്ടതിനാൽ കിഴക്ക് ദിശയിലേക്ക് തിരിച്ചു പോകുന്നു. അവിടെ അഗ്നിപുത്രനായ നീലനും സേനയുമാണുള്ളത്. അവർ തമ്മിൽ ഘോര യുദ്ധം തുടരുന്നു.
രണ്ട് പക്ഷത്തും സൈനികരും ആനകളും കുതിരകളും ഇങ്ങനെ ചത്തു വീഴുന്നു. ചോരപ്പുഴകൾ 4 പാടും പരന്നൊഴുകുന്നു. ബ്രഹ്മപുത്രനായ ജാമ്പവാൻ മന്ത്രിമാരായ കുംഭകനു, ദുർമുഖൻ, മഹാനാഥൻ, സമുന്നതൻ എന്നിവരെ വധിക്കുന്നു. നീലനുമായുള്ള ദ്വന്ദ്വയുദ്ധത്തിൽ പ്രഹസ്തനെ ഇവർ വധിക്കുകയാണ്. അങ്ങനെ തൻ്റെ സേനാപതിയായ പ്രഹസ്തനും 4 മന്ത്രിമാരും വൻപടയും മരിച്ചതെറിഞ്ഞ് രാവണൻ കോപിഷ്ഠനായി സ്വയം യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഇനി രാവണൻ്റെ പുറപ്പാട് എന്ന ഭാഗമാണ് അടുത്തത്. മറ്റുള്ളവരെല്ലാം മരിച്ചതറിഞ്ഞ് രാവണൻ തീരുമാനിക്കുന്നു, ഇനി ഞാൻ വേറെ ആരെയും യുദ്ധത്തിന് അയക്കുന്നില്ല, ഞാൻ തന്നെ നേരിട്ട് പോയി എല്ലാവരെയും നേരിടാം, അതാണ് ഉചിതം എന്ന് പറഞ്ഞ് ഇങ്ങനെ മറ്റുള്ളവരോട് പറയുകയാണ്, എൻ്റെ കൂടെ പോരാൻ തയ്യാറുള്ളവരൊക്കെ പോരുക, നമ്മോട് കൂടെയുള്ളവർ പോന്നിടുക, ശീഘ്രം നമ്മുടെ തേരും വരുത്തുക. തൽക്ഷണം 1000 കുതിരകളെ പൂട്ടിയ സ്വർണ്ണത്തേര് വായുവേഗത്തിൽ വന്നു നിൽക്കുകയാണ്. 10 തലകളിലും രാവണൻ്റെ 10 തലകളിലും കിരീടം, 20 കൈകളിലും പലവിധ ആയുധങ്ങൾ, അങ്ങനെ ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് യുദ്ധത്തിന് പോകുന്നതാണെങ്കിലും നല്ല അണിഞ്ഞൊരുങ്ങി രാജാവിൻ്റെ ആ പ്രൗഢിയോടെ വേണമല്ലോ പോകാൻ. തേരിൽ ആലവട്ടങ്ങൾ, വെൺചാമരങ്ങൾ, നീലത്തഴകളും മുത്തുക്കുടകളും ഇതിനെല്ലാം കൊണ്ട് അലങ്കരിച്ച് തേരിൽ നീലപർവ്വതം പോലെ ആ രാക്ഷസ രാവണൻ അങ്ങനെ വിളങ്ങി നിന്നു. മന്ത്രിമാരും മക്കളും മരുമക്കളും തമ്പിമാരും ബന്ധുക്കളും സൈന്യപാലകരും വടക്കേ ഭാഗത്തുള്ള ആ മുഖ്യ ഗോപുരത്തിലൂടെ വരുന്നത് കണ്ട ശ്രീരാമസ്വാമി കണ്ണുകൊണ്ടിങ്ങനെ സ്വപ്ന കാണിച്ചു. വിഭീഷണനോട് പറയുകയാണ്, നല്ല വീരന്മാർ ദാ വരുന്നത് കാൺകെടോ, എന്നോട് ഇവരുടെ എല്ലാം ആ യഥാർത്ഥ ഗുണം പറഞ്ഞു തന്നാലും. വിഭീഷണൻ്റെ സ്വന്തക്കാരാണല്ലോ എല്ലാം, അപ്പോൾ വിഭീഷണനെ അറിയാമല്ലോ. വിഭീഷണൻ ഒരു മന്ദസ്മിതത്തോടെ ഇങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ്. ആദ്യം കാണിച്ചു കൊടുത്തിട്ട് പറയുന്നത്, ദാ വരുന്നില്ലേ ബാലാരുണൻ്റെ ശോഭയോടെ, അതായത് ഉദയസൂര്യൻ്റെ ശോഭയോടെ അമ്പും വില്ലും ഏന്തി ആനക്കഴുത്തേറി വരുന്നത് അകമ്പനനാണ്. സിംഹത്തിൻ്റെ കൊടിമരമുള്ള ആ തേരിൽ അമ്പും വില്ലും ഏന്തി വരുന്നത് സിംഹപരാക്രമമുള്ള നമ്മെ മുന്നം ജയിച്ച ഇന്ദ്രജിത്താണ്, രാവണൻ്റെ മകനായ ഇന്ദ്രജിത്ത്. പൊന്നണിഞ്ഞ ആനക്കഴുത്തിൽ കയറി വരുന്നവനെ കണ്ടോ, അവൻ മഹോദരനാണ്. ആ കുതിരപ്പുറത്ത് ഇരുമ്പുലക്കയും തിരിച്ച് വരുന്നവൻ നരാന്തകനാണ്. ആ വെള്ളരുതിൻ്റെ മുകളിൽ കയറി ഒരുത്തൻ വരുന്നത് കണ്ടോ, തൃശൂലവും തുള്ളിച്ചു വരുന്നവൻ, അവനാണ് തൃശ്ശിരസ്. അതിനപ്പുറത്തെ തേരിൽ വരുന്നത് ദേവാന്തകൻ. അതിനടുത്ത് വരുന്നത് നോക്കി, ആ കുംഭകർണൻ്റെ മകൻ കുംഭനും തമ്പി നികുംഭനുമാണ് അവരുടെ ആ ഇരുമ്പുലക്കയും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം കൂട്ടി രാവണൻ നമ്മയെല്ലാം വധിക്കാനായി വരികയാണ്. വിഭീഷണൻ ഇങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ രാഘവൻ പറയുകയാണ്, ഇവരെല്ലാം വധിച്ച് ഞാൻ ഇന്നെൻ്റെ മനസ്താപം തീർക്കുന്നുണ്ട്. രാവണൻ ഇത് ഇങ്ങനെ വന്നിട്ട് പറയുകയാണ്, നമ്മളെല്ലാവരും പോന്നാൽ, രാവണൻ തൻ്റെ സൈന്യത്തിലുള്ളവരോട് അകമ്പടി സേവിച്ചിരിക്കുന്നവരോട് പറയുകയാണ്, നമ്മളെല്ലാവരും പോന്നാൽ അവർ ലങ്കയിലേക്ക് പ്രവേശിക്കും, ഇവരോട് ഏറ്റുമുട്ടാൻ ഞാൻ മാത്രം മതിയാകും, നിങ്ങൾ ശത്രുക്കൾ ലങ്കാപുരിക്ക് അകത്തേക്ക് പ്രവേശിക്കാതെ നോക്കിയാലും. അങ്ങനെ രാവണൻ്റെ ആജ്ഞ അനുസരിച്ച് അവർ ലങ്കയ്ക്ക് കാവൽ നിൽക്കുന്നു. രാവണൻ നേരെ ഈ ശ്രീരാമസ്വാമി നിൽക്കുന്ന ആ ഗോപുരവാതിക്കൽ ഉത്തരദിക്കിൽ വന്നിട്ട് വാനരസേനയെ അമ്പെയ്ത് വീഴ്ത്താൻ തുടങ്ങി. ഇങ്ങനെ തിരിച്ചും ശ്രീരാമസ്വാമിയും വാനരന്മാരും തിരിച്ചും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരങ്ങളിങ്ങനെ പെയ്ത് മഴ പെയ്യുന്നത് പോലെ പെയ്യുകയാണ്. ആ വാനരന്മാർ പിടിച്ചു നിൽക്കാൻ നല്ല കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കെൽപ്പില്ലാതെ ശ്രീരാമചന്ദ്രസ്വാമിയെ അഭയം പ്രാപിക്കുകയാണ്. ശ്രീരാമസ്വാമിക്കും അത് കണ്ട് കഷ്ടം തോന്നുന്നുണ്ട്. അമ്പും വില്ലുമായി മുമ്പിൽ നിന്ന് പൊരുന്നുണ്ടെങ്കിലും നല്ല കഷ്ടപ്പെട്ടാണ് രാവണനോട് യുദ്ധം ചെയ്യുന്നത്. ഈ സമയം ലക്ഷ്മണൻ വന്നിട്ട് പറഞ്ഞു, വമ്പനായ ഇവനോട് യുദ്ധം ചെയ്യാൻ എനിക്ക് അനുവാദം നൽകിയാലും ജ്യേഷ്ഠ എന്ന്. ശ്രീരാമൻ അപ്പോൾ ലക്ഷ്മണനോട് പറയുകയാണ്, ഇന്ദ്രൻ പോലും ഈ രാവണനോട് ഏറ്റുമുട്ടിയാൽ വിത്രസ്തനായി വരും, അതായത് തോറ്റുപോകുമെന്നാണ്. അത്രയ്ക്ക് മായാവിയാണിവൻ. പിന്നെ ഇവർ യുദ്ധനീതിയും ധർമ്മവും നോക്കാത്ത അധർമ്മികളാണ്. ഇവർക്ക് നീതി ധർമ്മം ഒന്നും ബാധകമല്ല. പിന്നെ മഹേശ്വരന് പ്രിയപ്പെട്ടവനാകയാൽ ചന്ദ്രഹാസം എന്ന വിശിഷ്ടമായ വാളും ഇവൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം ആലോചിച്ചു വേണം ഇവനോട് ഏറ്റുമുട്ടാൻ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മണൻ പിൻവാങ്ങുകയാണ് ജ്യേഷ്ഠൻ പറഞ്ഞത് അനുസരിച്ച്. പിന്നീട് മുൻപിൽ നിൽക്കുന്ന
മാരുതി വരികയാണ്. മുമ്പിൽ നിൽക്കുന്നത് തൻ്റെ സ്വാമിയുടെ പ്രിയ പത്നിയെ കട്ടവനാണല്ലോ എന്നോർത്തപ്പോൾ മാരുതിയുടെ കോപം ഇരട്ടിച്ചു. മാരുതി വേഗം പുറകിൽ നിന്ന് ആ തേരിലേക്ക് കുതിച്ചു ചാടിയിട്ട് പറഞ്ഞു, പാവൻ രാക്ഷസന്മാരെയും നിർദോഷികളായ താപസന്മാരെയും മറ്റുള്ള സജ്ജനങ്ങളെയും നിത്യവും ദ്രോഹിക്കുന്ന നിന്റെ നാശം ഈ വാനര വംശത്താൽ തന്നെയാണെടോ. നിന്നെ അടിച്ചു കൊല്ലാനാണ് ഞാൻ വന്നത്. നീ വീരനാണെങ്കിൽ എന്നോട് ഏറ്റുമുട്ട്. നിന്റെ മകനായ അക്ഷകുമാരനെ കൊന്നത് ഈ ഞാൻ തന്നെയാണെടോ. ഇങ്ങനെ പറഞ്ഞ് ഒരടി വലത് കരത്താൽ വെച്ചു കൊടുത്തു. രാവണൻ അടി കൊണ്ട് വിറച്ച് താഴെ വീഴുകയാണ്. വീണ്ടും ചാടി എഴുന്നേറ്റ് നിൽക്കുന്നു. രാവണൻ വേഗം പറയുക, ഇവിടേക്ക് വന്ന കവികളിൽ, അതായത് വാനരന്മാരിൽ ശക്തനാണല്ലോ ഭവാൻ. മാരുതി, എൻ്റെ തല്ലുകൊണ്ട് അവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. നീ മരിച്ചില്ലല്ലോ. നമുക്കിന്ന് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി നോക്കാം. ഞാൻ ദുർബലനാണെന്നും നീ ശക്തനാണെന്നും അങ്ങനെ അതിനർത്ഥമില്ല. രാവണൻ മാരുതിയെ തിരിച്ചടിക്കുകയാണ്. മാരുതിയും വീണുപോയി. മാരുതിയുടെ ബോധം പോയി. പെട്ടെന്ന് നീലൻ, അതായത് അഗ്നിപുത്രനായ നീലൻ വേഗം രാവണൻ്റെ തേരിൽ കയറിയിട്ട് രാവണൻ്റെ ആ രൂപം ചെറുതാക്കിയിട്ട് രാവണൻ്റെ 10 തലകളിലും ചവിട്ടി നൃത്തം ചെയ്യാൻ തുടങ്ങി. തലകളിൽ മാത്രമല്ല, കിരീടങ്ങളിലും കൊടിമരത്തിൽ, അതായത് കൊടിമരം, അമ്പിൽ, വില്ലിൽ എല്ലാം ഇങ്ങനെ ചാടി ചാടി നടന്ന ഓരോ വെൺചാമരങ്ങളും വെൺകൊറ്റക്കുടകളും 1000 കുതിരകളെ കെട്ടിയ തേരാണെന്ന് ഓർക്കണം. ഈ കുതിരകളുടെ ദേഹത്തും എല്ലാം ഇങ്ങനെ ചാടി ചാടി നൃത്തം ചെയ്യും. അപ്പോൾ നാരദൻ അതിനൊത്ത് വീണ വായിച്ചു പാടാൻ തുടങ്ങി. ഉടനെ രാവണൻ ഈ പാവകപുത്രനായ നീലനെ പാവകാസ്ത്രം എയ്ത്, അതായത് ആഗ്നേയാസ്ത്രം എയ്ത് തള്ളിവിട്ടു. അഗ്നിപുത്രനായതുകൊണ്ട് പൊള്ളൻ ഏൽക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ തള്ളിയിടുകയാണ്. ഇത് കണ്ട ലക്ഷ്മണൻ കോപത്തോടെ രാവണനോട് അടുക്കുകയാണ്. ഘോരഘോരം ശരവർഷം തുടങ്ങി. ശരങ്ങൾ തുരുതുരായി ഇങ്ങനെ എയ്ത് വീഴുന്നതിനാൽ പോർക്കളം കാണാൻ പറ്റാതായി എന്നാണ് എഴുതിയിരിക്കുന്നത്. രാവണൻ്റെ വില്ല് ലക്ഷ്മണൻ പൊടിച്ചു കളയുന്നു. രാവണൻ മയൻ, അതായത് ഈ അസുരനാണ് മയൻ, സമ്മാനിച്ച വേൽ ലക്ഷ്മണൻ്റെ നേർക്ക് പ്രയോഗിച്ചു. ആ വേലിൻ്റെ അതായത് വേലിൻ്റെ ശക്തി ഈ ശരങ്ങൾ കൊണ്ട് തടുക്കാൻ സാധിക്കാതെ ലക്ഷ്മണൻ താഴെ വീഴുകയാണ്. ലക്ഷ്മണൻ താഴെ വീണപ്പോൾ രാവണൻ ലക്ഷ്മണനെ എടുത്തുയർത്താൻ ശ്രമിച്ചെങ്കിലും സാധിക്കുന്നില്ല. അതുകണ്ട് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത് കൈലാസപർവ്വതം അമ്മാനമാടിയ ആ രാവണൻ ഇപ്പോൾ ഈ ബാലകനെ എടുത്തുയർത്താൻ സാധിക്കുന്നില്ലല്ലോ എന്നാണ്. അങ്ങനെ ശ്രീരാമസ്വാമിയുടെ ശക്തിപ്രഭാവം, ശക്തി വൈഭവമാണ് ഒരു നിമിഷം ഓർക്കുന്നത്. രാവണൻ അങ്ങനെ മാരുതിയെ ഈ ലക്ഷ്മണനെ എടുത്തു പൊക്കാൻ പറ്റാതെ വന്നപ്പോൾ ശ്രീരാമസ്വാമിയുടെ വൈഭവം ഓർത്ത് ഒരു നിമിഷം നിന്നുപോയി. എന്നിട്ട് മാരുതി ഈ സമയം പെട്ടെന്ന് രാവണനെ അടിക്കുകയാണ്. രാവണൻ ചോര ഛർദ്ദിച്ച് തേരിലേക്ക് വീഴുന്നു. ആ ക്ഷണനേരം കൊണ്ട് മാരുതി ലക്ഷ്മണനെ പുഷ്പം പോലെ എടുത്ത് ശ്രീരാമസ്വാമിയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുകയാണ്. ആ ഭഗവാന്റെ പ്രഭാവത്താൽ മയൻ്റെ വേൽ ലക്ഷ്മണൻ്റെ മാറിൽ നിന്നും ഉയർന്ന് തിരികെ രാവണൻ്റെ കയ്യിലെത്തുന്നു. ശ്രീരാമൻ യുദ്ധം തുടങ്ങിയാണ്. വീണ്ടും മാരുതി ശ്രീരാമൻ്റെ അടുത്ത് ചെന്നിട്ട് തൻ്റെ കണ്ഠത്തിലേറി കുണ്ഠതയൊന്നും കൂടാതെ, അതായത് വിഷമമൊന്നും കൂടാതെ രാവണനോട് ഏറ്റുമുട്ടാൻ പറയുന്നു. എന്നിട്ട് പറയാണ്, കുണ്ഠതയെന്നിയെ കൊല്ലുക നീ അവനെ എന്ന് പറഞ്ഞ് ശ്രീരാമൻ മാരുതിയുടെ കഴുത്തിൽ കയറുകയാണ്. മാരുതി പറഞ്ഞതനുസരിച്ച് ശ്രീരാമൻ രാവണനോട് പറയുന്നു, നിന്നെ ഒന്ന് അടുത്ത് കാണാൻ കുറേ നാളായി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ഇന്നാണ് അതിന് യോഗമുണ്ടായത്. നിന്നെയും നിൻ്റെ കൂടെ വന്നവരെയും കൊന്ന് ഈ 3 ലോകങ്ങളെയും ഇന്ന് ഞാൻ രക്ഷിക്കുന്നുണ്ട്. എൻ്റെ മുമ്പിൽ നീ അരക്ഷണം നിൽക്ക്. രണ്ടുപേരും പരസ്പരം അത്യന്തം ഭീഷണമായ യുദ്ധം തുടരുകയാണ്, രാവണനും ശ്രീരാമനും. സമുദ്രങ്ങളെല്ലാം ഇളകിമറിഞ്ഞു. ഇതിനിടയ്ക്ക് മാരുതിയെ ഈ രാവണൻ മുറിവേൽപ്പിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ കോപം മുഴുത്ത ശ്രീരാമൻ രാവണൻ്റെ മാറിടം ലക്ഷ്യമാക്കി അമ്പയക്കുന്നു. ആ ബാണപ്രയോഗത്താൽ രാവണൻ്റെ കയ്യിൽ നിന്നും അമ്പും വില്ലും താഴെ വീണു. അതായത് തിരിച്ച് തടഞ്ഞപ്പോൾ ആ രാവണൻ ക്ഷീണിതനായത് കണ്ട ശ്രീരാമൻ പെട്ടെന്ന് തന്നെ കൊടിമരം, തേര്, ആ വെൺകുറ്റക്കുടകൾ, ഇതെല്ലാം കിരീടങ്ങളെല്ലാം തകർക്കുന്നു. ആ സാരഥിയെയും കൊന്നുകളഞ്ഞു. ശ്രീരാമൻ പറഞ്ഞു, നിനക്ക് നല്ല ക്ഷീണവും താപവും ഉണ്ട്, പോയി വിശ്രമിച്ചാലും ഇനി സന്നാഹങ്ങളുമായി നാളെ രാവിലെ വന്നാലും. ശ്രീരാമൻ്റെ വാക്കുകേട്ട് പേടിച്ചരണ്ട രാവണൻ വേഗം വേഗം നടന്നു പോവുകയാണ്. ആ രാമൻ്റെ ബാണം പിറകെ വരുന്നുണ്ടോ എന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കി വേഗം വേഗം ലങ്കാപുരി ലക്ഷ്യമാക്കി നടന്നു. അങ്ങനെ
ഈ 28-ാം ദിവസത്തെ സംഭവങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത ഭാഗം നാളെ കേൾക്കാം. നാളെ കുംഭകർണൻ്റെ നീതിവാക്യം എന്ന ഭാഗമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് തുടങ്ങുമ്പോൾ എനിക്കിവിടെ ഒരു സംശയമുണ്ട്. ഈ രാവണനെ കൊല്ലും എന്ന് പറഞ്ഞാണ് ശ്രീരാമൻ ഈ അന്വേഷിച്ച് നടന്നത്. പക്ഷേ ഇപ്പം നേർക്ക് നേരെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ വില്ലും രഥവും എല്ലാം പൊടിച്ചു കളഞ്ഞു, കുതിരകളെ കൊന്നു, എല്ലാം കഴിഞ്ഞിട്ട് നാളെ യുദ്ധം തുടരാമെന്ന് പറഞ്ഞ് രാവണനോട് പോകാൻ അനുവദിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. അതായത് ഇങ്ങനെ അയച്ചത് എന്താണ്? എന്തുകൊണ്ടാണ് രാവണനെ ഇത്ര സൗകര്യത്തിന് കിട്ടിയിട്ടും വധിക്കാത്തത് എന്നെനിക്ക് എനിക്കൊരു സംശയമുണ്ട്. എനിക്കൊന്നും തോന്നിയില്ല അതിൻ്റെ കാരണം എന്താണെന്ന്. ഏതായാലും നന്ദി, നമസ്കാരം. നമുക്ക് ബാക്കി ഭാഗം നാളെ കേൾക്കാം. ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ.